ക്രിസ്മസ് തലേന്ന് രാത്രിയിൽ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു മൂടി ഇരുന്നപ്പോഴാണ് കോൾ വന്നത്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നൊരു ടീം ഒരു BMW 5 സീരീസുമായിട്ട് അവർ കൊച്ചിയിലെത്തി. അപ്പോൾ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓൺ ദ വേയിൽ ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഞാൻ നിന്നിരുന്ന ലൊക്കേഷനിലോട്ട് വന്ന്. അപ്പോൾ നൈറ്റ് തന്നെ നമ്മൾ ആ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് പെയിൻറ്റ് കോട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ആ ഏരിയ ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. ഇൻറ്റീരിയറിനകത്തിൽ കുറേയധികം സ്ക്രാച്ചസ്, ഡാഷ്ബോർഡ്, അതേപോലെ തന്നെ സെൻട്രൽ കൺസോളൊക്കെ സ്ക്രാച്ചസ്, അതേപോലെ കിലോമീറ്ററുമായിട്ട് ഈ പറയുന്ന വണ്ടിയുടെ ഇൻറ്റീരിയറും ബാക്കി കാര്യങ്ങളൊന്നും മാച്ച് ആവുന്നില്ല. 38,391 കിലോമീറ്ററാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഉള്ള ഒരു ഡൗട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ എഞ്ചിൻ സപ്പോർട്ട് സ്ട്രട്ടുകളുണ്ട്. ഈ സ്ട്രട്ടിൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ബോൾട്ടിൽ സ്പാൻഡർ പിടിച്ച മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് അഴിച്ചത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വന്നു. എഞ്ചിൻ റൂം ചെക്ക് ചെയ്തപ്പോൾ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഈ ഡാഷ്ബോർഡിലെ സ്ക്രാച്ചസും ഈ ബോൾട്ട് അഴിക്കുന്നതും വെച്ച് ഞാൻ ഏകദേശം ഒരു ഊഹം പറഞ്ഞു വണ്ടിയുടെ AC എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് അഴിച്ചതാവാം, അതുപോലെ ഡാഷ്ബോർഡും അഴിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ നമ്മൾ ഈ വണ്ടിയുടെ വെഹിക്കിൾ ഹിസ്റ്ററി ഓർഡർ ചെയ്തു. വെഹിക്കിൾ ഹിസ്റ്ററി കിട്ടിയപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം വളരെ കറക്റ്റായിരുന്നു. ഈ വണ്ടി 2022 88,000 കിലോമീറ്റർ അടുപ്പിച്ച് സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ 2024 ആയപ്പോഴത്തേക്കും വണ്ടി 1,00,000 കിലോമീറ്റർ കടന്നിട്ടുണ്ടാവും. വണ്ടി നല്ല നീറ്റായിട്ട് മീറ്റർ റോളിങ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ ഹിസ്റ്ററിക്കകത്തിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ AC കംപ്രസറും കണ്ടൻസറിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രയറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് വന്നിട്ട്. അപ്പോൾ അതാണ് അതിൽ ആ ബോൾട്ട് പിടിച്ച പാടുകൾ വന്നത്.